ഹേ ഗൈസ്, ഹാപ്പി ഓണം. ഇപ്പം നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആയില്ലയോ. പക്ഷേ എനിക്കിപ്പോഴാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പം നമ്മൾ ഉത്രാടത്തിന് ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ കുറച്ച് പൂവേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുട്ടു എൻ്റെ അടുത്തിരിപ്പുണ്ട്. ജാനി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നുകൊണ്ട് ഇത്രയും വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ബാക്കി നാളെ രാവിലെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ ഒരു 6 മണി 6:15 ആയപ്പോഴത്തേക്കും ഞാൻ കുളിച്ച് സെറ്റായി വന്നിട്ട് ബാക്കിയുള്ള പൂവും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടു എന്നൊക്കെ മുന്നേ എഴുന്നേറ്റു. ജാനി നല്ല ഉറക്കത്തിലാണ്. ജാനി ഉറങ്ങിയിരുന്നാൽ മാത്രമേ എനിക്ക് അത്തപ്പൂ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ ഡിസൈനൊന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല, ചുമ്മാ വട്ടത്തിൽ ഇങ്ങനെ ഇട്ടു, അത്രേ ഉള്ളൂ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് സെറ്റായി. ഇതാണ് കേട്ടോ എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് പൂക്കളുടെ ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അത്തം ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇട്ട് തീരാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കഴിഞ്ഞു സംഭവം. അങ്ങനെ അത്തമൊക്കെ ഇട്ടിട്ട് നമ്മൾ റെഡിയായിട്ട് അടുത്തുള്ള ഒരു അമ്പലത്തിലോട്ട് പോയിട്ടോ. ഞാനും കുട്ടും ജാനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്പലത്തിൽ കയറിയതും കണ്ടത് വേറൊരു അടിപൊളി അത്തമാണ് കേട്ടോ. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജാനിയുടെ നാള് വരുന്നതും അന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അവളുടെ പേരിൽ അർച്ചനയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെയും എന്നെ വലിച്ചുകൊണ്ട് അമ്പലത്തിലോട്ട് വന്നു. അമ്പലം കണ്ടാൽ ഇതാണ് അവസ്ഥ, കൂപ്പുകയും കൂട്ടി അങ്ങനെ നിൽക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല. നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. ഇപ്പം രാവിലത്തെ ആഹാരം ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റത് കൊണ്ട് നല്ല വിശപ്പായിരുന്നു. നല്ലോണമൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഉപ്പേരി വറുത്തിട്ടുണ്ടായിരുന്നത് തിരുവോണത്തിൻ്റെ അന്നായിരുന്നു കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെ ഉപ്പേരി വറക്കുവാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ സദ്യ ഒരു കുഞ്ഞൻ സദ്യയാണ് കേട്ടോ. എല്ലാ കറികളൊന്നുമില്ല, പക്ഷേ ഉള്ളത് കൊണ്ട് ഓണം പോലെന്ന പോലെ ഒരു അടിപൊളി കുഞ്ഞു സദ്യ. എനിക്കിതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പരിപ്പും പപ്പടവും ചോറും കിട്ടിയാൽ ഞാൻ സന്തുഷ്ടയാണ്. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഈ ഫ്രെയിമിൽ ഞാനും ജാനിയും മാത്രമല്ല. ജാനി നല്ല ഉറക്കമാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് ഞാൻ ഇരുന്നില്ല. ജാനി ഉണരാൻ വേണ്ടി കുറേ കാത്തിരുന്നു, പക്ഷെ അവൾ ഉണർന്നില്ല കേട്ടോ. ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയാൽ അത് വേറെ സീനാണ്. അപ്പോൾ അവൾ ഉണരുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും എനിക്ക് നല്ലോണക്ക് വിശന്ന്. അങ്ങനെ ഞാനിരുന്ന് കഴിച്ചു കേട്ടോ. ചോറ് ഒരുപാട് കഴിച്ചില്ലെങ്കിലും പായസവും പഴവും പപ്പടവും എവിടെ നല്ല പോലെ കഴിച്ചു. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഈ അടുത്തിടയ്ക്കാണ് കേട്ടോ ഇഷ്ടമായത്. ഇതിന് മുന്നേ ഞാൻ കഴിക്കത്തില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ജാനി എഴുന്നേറ്റ് കേട്ടോ. ഒരു കുഞ്ഞിലയിൽ കുറച്ച് ചോറൊന്നും കഴിക്കത്തില്ല, എന്നാലും പേരിനൊന്ന് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ജാനിക്ക് ഇത് കഴിക്കുന്നതിനൊക്കെ കൂടുതൽ താല്പര്യം ഇതും വെച്ചിട്ട് കളിക്കാനാണ് കേട്ടോ. അപ്പം നമ്മുടെ ഓണം ഇതോടുകൂടി അവസാനിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഓണം ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു ഓണമായിരുന്നു കേട്ടോ നമ്മുടേത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.